BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ഫോർട്ട് വൈപ്പിനിലെ കോർപ്പറേഷൻ ജെട്ടി പൂർണ്ണമായി തകർന്നു. ജെട്ടിയിലേക്ക് വെള്ളം കയറാതിരിക്കാൻ നിർമ്മിച്ചിരുന്ന കടൽ ഭിത്തിയും നാമാവശേഷമായി. ഇതോടെ വേലിയേറ്റത്തിൽ വേമ്പനാട് കായലിൽ നിന്നും വെള്ളം കയറുന്നത് സമീപത്തെ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിനും ഭീഷണിയായി. വൈപ്പിൻ ഫോർട്ട് കൊച്ചി ഫെറി ബോട്ട് സർവീസിനായി നിർമ്മിച്ച ജെട്ടിയാണ് ഗതകാല സ്മരണായി വിറക്കി ഇല്ലാതാകുന്നത്. റോറോ വന്നതോടെ ബോട്ട് സർവീസ് നിർത്തിയത് അധികൃതരുടെ ശ്രദ്ധ ഇവിടെ ഇല്ലാതാക്കി. റോറോ അറ്റകുറ്റപ്പണികൾക്ക് നീക്കുമ്പോൾ ബോട്ട് സർവീസ് താൽക്കാലികമായി നടത്തിയിരുന്നു. ബോട്ടിന്റെ ഫിറ്റ്നസ് ലൈസൻസ് കാലാവധി കഴിഞ്ഞതോടെ സർവീസ് ഇല്ലാതായി. തുടർച്ചയായ റോറോ മുടങ്ങുന്ന സാഹചര്യത്തിൽ ബോട്ട് സർവീസ് വേണമെന്ന ആവശ്യം വീണ്ടും ഉയർന്നു. യോഗ്യത വീണ്ടെടുത്ത ബോട്ട് എത്തിയാലും അടുക്കാൻ ജെട്ടിയില്ല. ബോട്ട് ജെട്ടി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട വൈപ്പിൻ ജനകീയ കൂട്ടായ്മ മേയർക്ക് നിവേദനം നൽകി. വൈപ്പിനിലെത്തുന്ന യാത്രക്കാരുടെ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ജെട്ടി ഉപയോഗിക്കാമെന്നും ചെയർമാൻ മജ്നു കോമത്ത്, ജനറൽ കൺവീനർ ജോണി വൈപ്പിൻ എന്നിവർ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. മറ്റൂരിൽ MC റോഡരികിൽ മാർഗതടസ്സമുണ്ടാക്കി കരിങ്കല്ലുകളും കമ്പികളും പലകകളും പാറപ്പൊടിയും. കാലടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ മുൻവശത്തെ മതിൽ നിർമ്മാണത്തിനുള്ള സാമഗ്രികളാണ് റോഡരികിൽ നിറഞ്ഞിരിക്കുന്നത്. ഇത് വലിയ അപകട സാധ്യതയുണ്ടാക്കുന്നു. വാഹനങ്ങൾ കരിങ്കല്ലിനോട് ചേർന്നാണ് പോകുന്നത്. വലിയ വാഹനങ്ങൾ വരുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾക്ക് അരികൊതുക്കാൻ മാർഗമില്ല. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വരുന്ന രോഗികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർക്ക് റോഡരികിലൂടെ നടക്കാനും ഇടമില്ല. അവർക്ക് റോഡിലൂടെ കയറി നടക്കേണ്ടി വരുന്നു. സദാ ിയ MC റോഡിൽ ഇത് അപകടകരമാണ്. കാലടി മറ്റൂർ ഭാഗങ്ങളിൽ ഗതാഗതക്കുരുക്ക് പതിവായതിനാൽ വാഹനങ്ങൾ കുരുക്കിൽ കിടക്കുമ്പോൾ കാൽനട യാത്രക്കാർക്ക് റോഡിലൂടെയും പോകാൻ ഇടമില്ല. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നിറങ്ങി അങ്കമാലി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് തിരിയുവാനും ബുദ്ധിമുട്ടാണ്. റോഡരികിൽ പഴയ ആണികളും കമ്പികളും ചിതറിക്കിടക്കുന്നത് അപകടകരമാണ്. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിലുള്ള ബസ് കാത്തുനിൽപ്പ് കേന്ദ്രം പൊളിച്ചുമാറ്റിയാണ് മതിൽ നിർമ്മിക്കുന്നത്. അതിനാൽ ബസ് യാത്രക്കാർക്ക് ബസ് കാത്തുനിൽക്കാൻ സ്ഥലമില്ല. സമീപത്തെ കച്ചവടക്കാരും ബുദ്ധിമുട്ടുന്നു. പണികൾ ഇഴഞ്ഞാണ് നീങ്ങുന്നത്. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ വളപ്പിലും നിർമ്മാണ സാധനങ്ങളും നിർമ്മാണത്തിനുള്ള യന്ത്ര സാമഗ്രികളും കിടക്കുകയാണ്. അതിനാൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തുന്ന വാഹനങ്ങൾക്ക് അകത്തും പുറത്തും പാർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. റോഡരികിൽ കൂടി കിടക്കുന്ന നിർമ്മാണ സാധനങ്ങൾ ഉടനെ നീക്കം ചെയ്യണമെന്ന് CPI കാലടി ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച PWD അധികൃതർക്കും സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ടിനും പരാതി നൽകി. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. തേവരയിൽ ബൈക്ക് പോസ്റ്റിലിടിച്ച് 2 പേർ മരിച്ചു. തൃക്കരിപ്പൂർ സ്വദേശിയായ സോഫിയാൻ, ഭാര്യയുടെ സഹോദരി മീനാക്ഷി എന്നിവരാണ് മരിച്ചത്. ശനിയാഴ്ച അർദ്ധരാത്രിയോടെ ലൂർദ് പള്ളിക്ക് സമീപമാണ് അപകടം. സുഫിയാന്റെ മകന്റെ നൂലുകെട്ട് ചടങ്ങ് ഇന്നലെ നടക്കാനിരിക്കെയാണ് ദാരുണ സംഭവം. ഐസ്ക്രീം വാങ്ങുന്നതിന് ഭാര്യയുടെ സഹോദരിയുമായി കടയിലേക്ക് പോകുകയായിരുന്നു സുഫിയാൻ. ബൈക്ക് അമിത വേഗത്തിലായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പോലീസിനോട് പറഞ്ഞു. ബൈക്ക് വളവിലെ പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയ ശേഷം ഭക്ഷണശാലകൾക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്ക് മറിഞ്ഞു വീണു. ഇരുവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹങ്ങൾ എറണാകുളം ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ശുദ്ധജല വിതരണ കുഴൽ വീണ്ടും 2 പൊട്ടിയതോടെ ആലങ്ങാട് മേഖലയിലെ ഒട്ടേറെ പ്രദേശങ്ങളിലേക്കുള്ള ശുദ്ധജല വിതരണം മുടങ്ങി. 30 ജലശുദ്ധീകരണശാലയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്ന കുഴലാണ് ആലുവ പറവൂർ റോഡിൽ കോട്ടപ്പുറത്തിന് സമീപം ആലങ്ങാട് ബ്ലോക്ക് മാർക്കറ്റ് റോഡിലും പൊട്ടിയത്. ഇതോടെ കോട്ടപ്പുറം, കുന്നുംപുറം, ആലങ്ങാട് മാർക്കറ്റ് പരിസരം തുടങ്ങിയ ഒട്ടേറെ പ്രദേശങ്ങളിൽ 2 ദിവസം ജലവിതരണം മുടങ്ങും. കഴിഞ്ഞ ദിവസം ആലുവ പറവൂർ റോഡിൽ മറിയപ്പടിക്ക് സമീപം 500 mm കാസറ്റ് അയൺ പൈപ്പ് പൊട്ടിയതിന് പിന്നാലെയാണ് ഇവിടെ പൊട്ടിയിരിക്കുന്നത്. അടിക്കടി പൈപ്പ് പൊട്ടി ശുദ്ധജലം മുടങ്ങുന്നതും റോഡ് തകരുന്നതും ജനങ്ങളുടെ പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. തത്തപ്പള്ളി മേഖലയിൽ മുന്നറിയിപ്പില്ലാതെ 5 ദിവസത്തോളം കുടിവെള്ളം മുടങ്ങിയതോടെ ജനം നെട്ടോട്ടത്തിൽ. ഇത്രയും വേഗം പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ജല അതോറിറ്റി ഓഫീസ് ഉപരോധിക്കുമെന്ന് നാട്ടുകാർ. കൂട്ടുപള്ളി പഞ്ചായത്ത് പരിധിയിൽ വരുന്ന തത്തപ്പള്ളി, അത്താണി, വണിയക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ 5 ദിവസത്തിലേറെയായി കുടിവെള്ളം പൂർണ്ണമായും മുടങ്ങിയത്. വാട്ടർ ടാങ്കിൽ നിന്നാണ് ഇവിടങ്ങളിലേക്ക് ശുദ്ധജല വിതരണം നടക്കുന്നത്. ടാപ്പിലൂടെ വെള്ളം ലഭിക്കാതായതോടെ നാട്ടുകാർ ജല അതോറിറ്റി അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറായിട്ടില്ല. കൂടാതെ പരാതി പറയാൻ ഫോൺ
ഫോൺ വിളിച്ചാൽ പലപ്പോഴും എടുക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. പ്രളയത്തിനു ശേഷം പ്രദേശങ്ങളിലെ മറ്റ് ജലസ്രോതസ്സുകളിലെ വെള്ളം കുടിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനാൽ ഏക ആശ്രയം പൈപ്പിലൂടെ വരുന്ന വെള്ളം മാത്രമാണ്. കുടിവെള്ള വിതരണം പൂർണ്ണമായും മുടങ്ങിയതോടെ പലരും മറ്റു പ്രദേശങ്ങളിൽ നിന്നും വാഹനങ്ങളിലാണ് വെള്ളം എത്തിക്കുന്നത്. ചിലർ ബന്ധുവീടുകളിലേക്ക് താമസം മാറി. കോട്ടുവള്ളി പഞ്ചായത്തിലെ ചിലയിടങ്ങളിൽ നൂലുപോലെയും ചിലയിടങ്ങളിൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ ലഭിക്കാത്ത അവസ്ഥ വരെ എത്തിയിട്ടും പകരം സംവിധാനമൊരുക്കാൻ അധികൃതർ തയ്യാറാകാത്തതിനെതിരെ പ്രതിഷേധവും ശക്തമാണ്. പറവൂർ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് നഗരസഭ അധ്യക്ഷ ബീന ശശിധരന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. 4 ദിവസമായി നഗരസഭാ പ്രദേശത്ത് ജലക്ഷാമം രൂക്ഷമാണെന്നും കൗൺസിലർമാർ പറഞ്ഞു. ഇന്നലെ രാത്രി തന്നെ ശുദ്ധജലം ലഭ്യമാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ഉപാധ്യക്ഷൻ MJ രാജു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജി നമ്പിയത്ത്, വനജ ശശികുമാർ, കൗൺസിലർമാരായ D രാജ്കുമാർ, NI പൗലോസ്, ജ്യോതി ദിനേശൻ തുടങ്ങിയവരും പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.